പാർട്ടി തീരുമാനം വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള ആളുകൾ പ്രതികരിക്കുന്നത് തെറ്റാണ്. ഒരു മെമ്പറുടെ അവകാശമാണ് നിയമസഭ അറ്റൻഡ് ചെയ്യുക, നിയമസഭയിൽ പങ്കെടുക്കുക. ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും ഏത് മനുഷ്യരെ പറ്റിയായാലും എന്ത് പറഞ്ഞാലും അതിൻ്റെ ഉള്ളടക്കം സത്യമാണോ എന്നൊന്നും നോക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ആരുടെ കാര്യത്തിലായാലും ഏത് മനുഷ്യരുടെ കാര്യം ഇത് എന്തിനാ അടക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്? പറയാനുള്ളത് അപ്പം പറഞ്ഞുകൂടെ? രാഹുൽ മാങ്കൂട്ടം MLA ശരിക്കും ആരോ ചതിച്ചതാണ്, പിന്നിൽ നിന്ന് കുത്തിയതാണ്, ഒരു ട്രാപ്പിൽപ്പെടുത്തിയതാണ്. പുള്ളിക്കാരൻ്റെ പെട്ടെന്നുള്ള വളർച്ചയിൽ അസൂയ പൂണ്ട ചിലർ, കോൺഗ്രസ്സിൽ തന്നെ ചിലരാണ് ഇതിൻ്റെ പുറകിൽ. വളരെ തങ്കപ്പെട്ട സ്വഭാവമുള്ള പയ്യനായിരുന്നു എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നാട്ടുകാരിൽ ചിലരും പുള്ളിക്കാരൻ്റെയും ഷാഫി പറമ്പലിൻ്റെയും ആരാധകരിൽ ചിലരൊക്കെ പറയുന്നത്. അവർ സോഷ്യൽ മീഡിയയിലൊക്കെ അതൊക്കെ പറഞ്ഞ് ശരിക്കും അങ്ങ് പ്രതിരോധിക്കുന്നുണ്ട്. ഈ ഒരു അഭിപ്രായത്തോട് നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ ആ പുറത്തു വന്ന ശബ്ദരേഖകളും ഒരു സിനിമാ നടി പുറത്തു പറഞ്ഞ വസ്തുതകളും കഴമ്പുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി വാസ്തവമാണെങ്കിൽ കൂടി അത് എത്രമാത്രം കുറ്റകരമായ കാര്യങ്ങളാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ ശിഷ്ടജീവിതം കുട്ടിച്ചോറാക്കാവുന്ന കൊടും പാതകങ്ങളാണോ അതെല്ലാം? ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുമ്പിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഏതൊരു പുരുഷൻ്റെയും ജീവിതത്തെ കുട്ടിച്ചോറാക്കാവുന്നതും സംശയത്തിൻ്റെ നിഴലിൽ നിർത്താവുന്നതേ ഉള്ളൂ എന്നൊരഭിപ്രായം പൊതുവെ പറയുന്നുണ്ട്. ഉത്തരവാദിത്തമുള്ള ഒരു പൊസിഷനിലിരിക്കുന്ന ഒരാൾ പുലർത്തേണ്ട ജാഗ്രത രാഹുൽ മാങ്കൂട്ടം പുലർത്തിയില്ല എന്ന ഒരു കുറ്റം മാത്രമേ രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുള്ളൂ എന്നും ചിലർ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ആ കേസെടുത്താലും ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി മൊഴി കൊടുക്കുന്നില്ലെങ്കിൽ ഈ കേസ് നിലനിൽക്കുകയില്ല. അപ്പോൾ വെറും ഒരു ആരോപണം മാത്രമായി ഇദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ അസൂയ കൊണ്ട് ഏതാനും ശബ്ദരേഖകൾ പുറത്തുവിട്ട് അത് അവരുടെ നല്ല ഇടപഴകുന്ന ഒരു കാലഘട്ടത്തിലെ ചില സംഭാഷണങ്ങൾ വെച്ച് പുറത്തുവിട്ടാൽ ഈ മനുഷ്യൻ്റെ, അതും ചെറുപ്പക്കാരനായ അതിസമർത്ഥനായ ഒരു പാർട്ടി പ്രവർത്തകൻ്റെ, വല്ല അഗ്രസീവായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ്റെ പെട്ടെന്നുള്ള വളർച്ചയിൽ അസൂയ കൊണ്ടൊരു വിഭാഗം ഈ ഒരു സംഭാഷണത്തെ ഉപയോഗപ്പെടുത്തിയതാണ് എന്നൊരു ആക്ഷേപം പറയുന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ എന്നറിയില്ല. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എന്നുള്ളത് ശരി തന്നെ. കോൺഗ്രസ് പാർട്ടി പാർലമെൻ്ററി ബോർഡിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി എന്നുള്ളതും ശരി. പക്ഷേ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടി അനുവാദം കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം പാർട്ടി എടുക്കാത്തിടത്തോളം കാലം അദ്ദേഹം ഇപ്പോഴും പാലക്കാട്ടുകാരുടെ MLA ആണ്. അപ്പോൾ ഔദ്യോഗിക കൃത്യനിർവഹണം അദ്ദേഹത്തിന് നിർവഹിക്കേണ്ടതുണ്ട്. പാലക്കാട്ടുകാരുടെ ആവശ്യങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം ഒരു ഔദ്യോഗിക കൃത്യനിർവഹണം നിർവഹിക്കണമെങ്കിൽ പാലക്കാട് മണ്ഡലത്തിൽ വന്നേ പറ്റൂ, അവിടുത്തെ ജനങ്ങളുമായിട്ട് സംവദിച്ചേ പറ്റൂ. അപ്പോൾ അവിടെ കാലുകുത്താൻ പോലും സമ്മതിക്കില്ല എന്ന് BJP ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവർ വലിയ പ്രക്ഷോഭരംഗത്തുമാണ്. എന്നാൽ CPM ആകട്ടെ അത്തരത്തിലൊന്നും കടുപ്പിച്ച് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള സമരം വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ താല്പര്യപ്പെടുന്നില്ല. ഒന്നുകിലോ നാറി പുളിക്കട്ടെ, കാരണം തെരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ. അപ്പോൾ മാക്സിമം പാലക്കാട്ട് ഗുണം കിട്ടിയില്ലെങ്കിലും കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിൽ അത് ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണോ എന്നറിയില്ല. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടെ രണ്ടാമത്തെ വലിയ കക്ഷി ഇപ്പോൾ BJP ആയതുകൊണ്ട് കോൺഗ്രസ് നാറി പൊളിച്ചാൽ അതിൻ്റെ ഗുണം കിട്ടുക BJPക്ക് ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് BJP ആ സമരം ഘടിപ്പിക്കുന്നതും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP പാലക്കാട് പിടിച്ചെടുക്കാൻ ഇതൊരവസരമാണ് എന്ന് കാണുന്നതും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് VD സതീശനും സന്ദീപ് വാര്യരും ചേർന്നുകൊണ്ട് ഒരു മറുമരുന്ന് പ്രയോഗിച്ചു നോക്കിയത്. പക്ഷേ അത് വേണ്ടത്ര ക്ലച്ച് പിടിച്ചില്ല എന്ന് മാത്രമല്ല, അത് ഏതാണ്ട് ചീറ്റിപ്പോയ പോലെയായിപ്പോയി. അത് കോൺഗ്രസ്സിന് തന്നെ നാണക്കേടായോ എന്നൊരു വാദവുമുണ്ട്. അത് സന്ദീപ് വാര്യരുടെ ഭാവിയെയും കൂടുതൽ ബാധിക്കുക. കാരണം സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ്സിലൊരു വിലയില്ലാത്ത സ്ഥിതി വരും. എന്തായാലും കണ്ടകശനിയും രാഹുകാലവും ഒരുമിച്ച് ഏച്ചതുപോലെയായി കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസിനും കരകയറാനാകുമോ? അടുത്ത് കേരളത്തിൽ നടക്കാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പായോ അസംബ്ലി ഇലക്ഷന് മുമ്പായോ ഈ പ്രശ്നം കത്തിത്തീരാനുള്ള സാധ്യതയുണ്ടോ? അതോ കോൺഗ്രസ്സിനെ ഈ വിഷയം എത്തരത്തിലായിരിക്കും ഈ രണ്ട് തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുക എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ട്രാപ്പിൽപ്പെടുത്തിയതിൻ്റെ പിന്നാമ്പുറ കഥകൾ വലിയ താമസമില്ലാതെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് രാഹുലിനെ അനുകൂലിക്കുന്നവരും
ആരാധകരും പറയുന്നത്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും എല്ലാവർക്കും നീതി കിട്ടട്ടെ എന്ന് സ്പേസ് മലയാളം ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.